എന്റെ അമ്മ സാരി എടുക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. പിള്ളാരെ വേണം, ഞാൻ റെഡിയായി. ഇനി എന്നെ കുറ്റം പറയില്ലേ? എടി അമ്മ, നിന്റെ അച്ഛനെ എന്തിയേടി? ബെസ്റ്റ് നീ കണ്ടില്ലേ? എന്റെ അച്ഛനെ വന്നിട്ട് പുറത്തോടെ ഇരിപ്പുണ്ട്. ആഹാ, അവളെ റെഡിയായിട്ട് നേരത്തെ വന്നു ഇവിടെ. എല്ലാവരും റെഡിയായോ? വൈകിട്ട് 7 മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ്. ഇപ്പൊ സമയത്തായി 4 മണിയായി. 5 മണിക്കെങ്കിലും നമുക്ക് എയർപോർട്ടിൽ കയറണം. ചെക്കിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ റെഡി. ഓ, ഇപ്പഴെങ്കിലും മേക്കപ്പ് ചെയ്തിട്ട് ഇറങ്ങിയില്ല. എടി, എന്റെ മുഖത്ത് ഒത്തിരി പൗഡർ ഉണ്ടോടി? ഇല്ല, കുഴപ്പമില്ല, അത്ര ഇരുന്നോട്ടെ. ഓ, ഈ ചേട്ടൻ എന്തിനു ഇത്? അച്ഛൻ എല്ലാവരും റെഡി ആയിട്ട്, അച്ഛൻ മാത്രമല്ല ലാസ്റ്റ് നിൽക്കുന്നത്. അതൊത്തോടെ അവൻ ഇത്ര താമസം? സാധാരണ പെണ്ണും കാണുന്നുണ്ട് താമസം. അതോ, അത് ഷേവ് ചെയ്യായിരുന്നമ്മേ, അത് അത്ര താമസിച്ചു പോയത്. ഷേവ് ചെയ്തിട്ട് ഇപ്പൊ കുളി കഴിഞ്ഞിപ്പോ ഒരുങ്ങുക. ഞാൻ എത്തി. ഇവിടെ എല്ലാരും എത്തിയോ? എന്റെ അമ്മയുടെ അച്ഛനും എത്തിയില്ലേ? ചേട്ടനായിട്ട് ലാസ്റ്റ് വരെയും കിട്ടി ഇറങ്ങിയത്. ഇങ്ങോട്ട് വാ പെട്ടെന്ന്. പറഞ്ഞത് എയർപോർട്ടിൽ നേരത്തെ കയറേണ്ട, ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? അതൊക്കെ അറിയാം, എന്നിട്ടാ ഇത്ര താമസിച്ചത്. എയർപോർട്ട് വരെ നമ്മൾ 10 പേരോട് എങ്ങനെ പോകും? 2 ഓട്ടോയിലോട്ടാനും കയറി പോവാം. അമ്മേ, പെട്ടെന്ന് വാ അമ്മേ. ഓട്ടോ ഒന്നും കാണുന്നില്ലല്ലേ വഴിയില്? നമ്മൾ യൂബർ ബുക്ക് ചെയ്യണ്ടായിരുന്നില്ലേടാ? അയ്യോ, ഇനിയിപ്പോ ബുക്ക് ചെയ്താലും മതിയല്ലോ. പിന്നെ നമ്മൾ 10-15 മിനിറ്റ് നിൽക്കേണ്ടി വരും. പിന്നെ ആഹാ, ഇതെന്തോ കുടുംബസമേതം എല്ലാവരോടും എങ്ങോട്ടാ? 3 കുടുംബങ്ങളുണ്ടല്ലോ. അയ്യോ, ചന്ദ്രൻ ചേട്ടൻ ഞങ്ങൾ എല്ലാവരോടും എങ്ങനെ ടൂറ് പോവാ? എവിടെന്നറിയോ ചന്ദ്രൻ ചേട്ടാ? നേപ്പാൾ. നേപ്പാളിലോട്ടോ? നാണിയമ്മ ഉണ്ടോ കൂടെ? ഉണ്ടേ, ഞാനും ഉണ്ടേ. എനിക്കൊരു ഭാഗ്യം കിട്ടി ഇവരോട് പോകാന്. ഞങ്ങൾ ഓട്ടോ നോക്കി കയറും ചന്ദ്രൻ ചേട്ടാ. ഫ്ലൈറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ 7 മണിക്കാ. 5 മണിക്കായി എയർപോർട്ടിൽ കയറണം. അയ്യോ, ഓട്ടോ നോക്കിയിട്ട് കാണുന്നില്ല. 2 ഓട്ടോ വേണ്ടി വരും ഞങ്ങൾക്ക്, 2 കൂട്ടർ കൂടെ. എന്റെ കൊച്ചുമോ ഓട്ടോ ഓടിക്കുമില്ലയോ? അവനും കണ്ട അവന്റെ കൂട്ടുകാരന്റെ ഓട്ടോയും ഉണ്ട്. അതുകൊണ്ട് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ചേച്ചി പെട്ടെന്ന് ഓട്ടോ ഇട്ടു. ഇപ്പൊ 2 പേരെ അവിടെ കിടപ്പുണ്ട്. ഞാൻ കണ്ടിട്ടാ വന്നു ഇങ്ങോട്ട്. അവിടെ കിടപ്പുണ്ടോ? കൊച്ചുമന്റെ ഓട്ടോ കിടപ്പുണ്ടോ അവിടെ? എന്റെ കൂട്ടുകാരന്റെ ഉണ്ട്. 2 ഓട്ടോ ഉണ്ടല്ലോ. എന്നാ പെട്ടെന്ന് വാ. എല്ലാരും ഒന്ന് അനങ്ങി നടക്കുക. പെട്ടെന്ന് ഇങ്ങോട്ട് വാ. രസമുണ്ടല്ലോടാ, ഇത്രയും പേരോട് നേപ്പാളിലൊക്കെ പോയി കറങ്ങി അടിച്ച് വരുമല്ലോ. പെട്ടെന്ന് 5 മണിക്ക് ഇപ്പൊ കയറണം. 10 മിനിറ്റോടെ ഉണ്ട്. പെട്ടെന്ന് 5 മണിക്ക് കയറണേ. ചന്ദ്രൻ ചേട്ടനെ അങ്ങനെ കണ്ടില്ലാതെ നമുക്ക് ഈ 2 ഓട്ടോ കിട്ടത്തില്ലാതെ നമ്മളത് അവിടെ പെട്ടുപോയനെ. നമ്മുടെ ഈ ട്രെയിൻ തന്നെ ക്യാൻസൽ ആയനെ. നേരത്തെ അന്ന് ക്യാൻസൽ ആയ പോലെ. അത് തന്നെ. ചേട്ടാ, ചെക്കിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി കാണോ? അങ്ങനെ തുടങ്ങി കാണും. വാ. എടാ കുട്ടുകാരൻ, നീ വീട്ടിൽ കിടന്ന് ഓടുമ്പോൾ നീ എയർപോർട്ടിൽ കിടന്ന് ഓടാതെ. എന്തോ കാണിക്കുക? ഇവിടെ പോലെ ഇവിടെ വന്നിരിക്കടാ. വാ, ഇനി അച്ഛന്റെ മടി ഇരിക്കുവാ. എടാ മാളോട്ട് നിന്റെ അത്ര തന്നെ ഉള്ളൂ. അതുകൊണ്ട് അവളവിടെ മര്യാദയ്ക്ക് അവിടെ അടങ്ങി ഒന്നും ഇരിക്കുന്നുണ്ടോ? ഓ, എന്റെ പൊന്നി ശാന്തേച്ചി, ഞാൻ പറഞ്ഞു നീ തലേ വെള്ളമില്ല. എനിക്ക് കസേര കയറി ഇരിക്കാൻ കാല് വയ്ക്കാൻ മോനെ. അമ്മ വീട്ടിൽ അകന്നിരിക്കുന്നത് നീ കാണാറുള്ളല്ലേ കുട്ടുമനെ? പിന്നെ എന്താ നീ അങ്ങനെ പറയുന്നേ? അമ്മയ്ക്ക് അങ്ങനെ കാല് വയ്യാതിരിക്കില്ലേ? പിന്നെ അങ്ങനെ അമ്മ കസേര കയറിയിരിക്കും. ഞാനും വിചാരിച്ചില്ല. അതൊക്കെ നിങ്ങൾക്ക് പ്രായമാവും, മനസ്സിലാവും. ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞോണ്ട് ഇനിയിപ്പോ സമാധാനമായി. ഇനിയിപ്പോ ഫ്ലൈറ്റ് നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി ഫ്ലൈറ്റിന് വേണ്ടിട്ടേ. നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും ഒരു 5 മിനിറ്റിനുള്ളിൽ വരും കേട്ടോ. ഫുഡ് കഴിച്ച് നിറഞ്ഞേ. നിന്നോട് പറഞ്ഞോടി അമ്മണി വാരി വലിച്ച് തിന്നാന്. സാധാരണ അമ്മയാ വാരി വലിച്ച് കഴിക്കുന്നേ. ഇന്ന് ഞാനാ വാരി വലിച്ച് തിന്നത്. നമ്മൾ മറ്റേ ATM കാർഡ് എടുത്തോണ്ടല്ലേ ഇപ്പൊ ഫുഡ് ഇവിടുന്ന് ഇഷ്ടംപോലെ കിട്ടിയത്. ഇഷ്ടംപോലെ വാങ്ങിച്ച് കഴിക്കാമല്ലോ. എനിക്കും അതല്ല വേണ്ട, കഴിച്ച് വയറ് ഫുള്ളായിട്ടിരിക്കും. അതാ ഒന്നാമത് ഇരിക്കാൻ വയ്യാത്തത്. ഞാനതുകൊണ്ട് ഇരിക്കാന്ന് വിചാരിച്ചേ. നല്ല ടേസ്റ്റ് ഉള്ള ഫുഡല്ലേ എയർപോർട്ടിനകത്ത്. ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും, ഇഷ്ടം പോലെ കിട്ടും. ഇനി ഫ്രീ ആയിട്ടൊന്നും അല്ല കിട്ടിയത്. നമ്മൾ ATM കാർഡ് എടുത്തോണ്ട് നമ്മൾ കുറച്ച് പൈസ കൊടുക്കേണ്ടി വന്നു. എന്നാലും നമുക്ക് ഫുഡ് ആണെങ്കിൽ നമുക്ക് എത്ര വേണേലും വാങ്ങിച്ച് കഴിക്കാം. അത്രയും എമൗണ്ടിനുള്ള ഫുഡ് ഇഷ്ടം പോലെ വാങ്ങിച്ച് കഴിക്കാം. ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. ഞാനും ആളോട്ട് ആദ്യമായിട്ട് കയറുക. എന്റെ ചേട്ടനെങ്കിൽ നേരത്തെ എന്തോ വർക്കിന്റെ ആവശ്യത്തിനായിട്ട് വേറെ ഏതോ രാജ്യത്ത് പോയിട്ടുണ്ട്. പക്ഷെ ഞാനും എന്റെ മോളും കയറിയിട്ടേ ഇല്ല ഇതൊരു ഫ്ലൈറ്റില്. അതാണ് എനിക്ക് ഈ ഭാഗ്യം കിട്ടിയത്. ഇന്നലെ ലുലുമളയിൽ പോയതാണെങ്കിൽ ലക്കി ഡ്രോ വഴി എങ്ങനെ ഇപ്പൊ നമുക്ക് പ്ലെയിൻ ടിക്കറ്റ് കിട്ടിയേനെ. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതുവരെ. ഇന്നലെ മോൾ ഓർന്ന് വഴക്കുണ്ടാക്കിയോണ്ട് ഞാൻ ലുലുമാളിൽ പോയത്. അതുകൊണ്ടല്ലേ ഇപ്പൊ ലക്കി ഡ്രോ വഴി കൂപ്പൺ ഫസ്റ്റ് പ്രൈസ് അടിക്കുകയും ചെയ്ത് ഇപ്പൊ നമുക്ക് അല്ലെങ്കിൽ നേപ്പാളിൽ പോകാനുള്ള ചാൻസ് കിട്ടി, 10 പേർക്ക് പോകാനുള്ള. അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ? ഞാനങ്ങനെ പിന്നെ ഫ്ലൈറ്റിൽ കയറിയാനേ. ചേട്ടൻ കൊണ്ടുപോകും, എന്നാലും ഇപ്പോഴേക്കും നടക്കത്തൊന്നും ഇല്ലായിരുന്നല്ലോ. അത് ഓരോരോ സമയത്ത് ഓരോരോ ഭാഗ്യങ്ങൾ തെളിയുന്നത്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കേട്ടോ. വാ പെട്ടെന്ന് എഴുന്നേക്ക്, നമുക്ക് ഇനി അങ്ങോട്ട് നടക്കാം. ഇപ്പൊ അനൗൺസ്മെന്റ് വന്നു. വാ പെട്ടെന്ന് വാ. അമ്മയെ പിടിച്ച് എഴുന്നേൽക്കണോ? വേണ്ട, ഞാൻ തന്നെ എഴുന്നേറ്റോളാം. അമ്മ ചായ വല്ലതും വേണോ കുടിക്കാന്? ശരിയാ, നിങ്ങൾ അമ്മയ്ക്ക് വല്ലതും ദാഹിച്ചാലോ? ഒരു ഫ്ലൈറ്റ് അത് കിട്ടോളൂ ഈ ചായയൊക്കെ. നിങ്ങൾ ഇങ്ങോട്ട് വാ.
നമ്മൾ സീറ്റ് അതൊന്നൊക്കെ നോക്കിയിരിക്കണേ. പേടിക്കണ്ട മോളെ, നമ്മൾ ആദ്യമായിട്ടാണ്ട. അയ്യോ മോള് പേടിക്കണ്ട കേട്ടോ. മാവിട്ട് പറഞ്ഞ അതുകൊണ്ടല്ലേ ഫ്ലൈറ്റിൽ കയറുന്നത്, അതുകൊണ്ടാ. ഞങ്ങളായിട്ട് നേരത്തെ കയറിയിട്ടുണ്ട്. ഞങ്ങളായിട്ട് നേരത്തെ ആണെങ്കിലേ ഇവിടെ ലക്ഷദ്വീപിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഇപ്പൊ പേടിയില്ല. മാലൂട്ടി ഇങ്ങനെ പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ രസം കാണത്തില്ല കേട്ടോ. പേടിക്കാൻ മാത്രം ഒന്നുമില്ല മോളെ. ഞാൻ പേടിക്കുന്നില്ല. എന്നാലും ചെറിയൊരു പേടി. മാവിട്ട് ഇങ്ങോ, മാവിട്ട് എന്റെ അടുത്ത് വാ, അപ്പൊ പേടി പോവും. ഇല്ല, ഞാൻ എന്റെ അമ്മയുടെ കൂടെ ഇരിക്കും, ഞാൻ വരുന്നില്ല. സർ ബെൽറ്റ് ഇട്ടോളൂ, ഫ്ലൈറ്റ് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യും. എല്ലാവരും ആഹാ, സ്ട്രൈറ്റ് നേരത്തെ ഞാൻ ആയിട്ടിരിക്കും. കണ്ടിട്ടുണ്ടല്ലോ. ഹലോ എക്സ്ക്യൂസ് മീ, നേരത്തെ ഏത് ഫ്ലൈറ്റിലായിരുന്നു? ഇൻഡിഗോയിലായിരുന്നു? നോ സർ, പ്ലീസ് സർ. ഓ ഇങ്ങനെ തുടങ്ങി കൊഞ്ചു കുഴയാൻ. എയർ ഹോസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ തുടങ്ങി അയാൾക്ക്. ഈ കണക്കിന് ഗൾഫിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്തുമായിരിക്കും. യുവർ നെയിം പ്ലീസ്? ഓക്കെ സർ, ഐ വിൽ ടെൽ യു ലേറ്റർ. നിങ്ങൾ പ്ലെയിൻ പറക്കുന്നത് കാണുന്നില്ലേ? നിങ്ങൾ എന്താ അങ്ങോട്ട് നോക്കിയിരിക്കുന്നേ? അവൾ അച്ഛനും അമ്മയും അടിയായെന്ന് തോന്നുന്നു. പക്ഷെ ഇതെന്തോ വായി നോക്കിയിരിക്കും നിങ്ങൾ. തോണ്ടടി അങ്ങോട്ട് നോക്കടി, പറക്കം നോക്കടി. ചിറക് വെച്ച് പറക്കുന്നവരല്ലേ ഏട്ടാ? നമ്മളെങ്കിൽ കിളികളായിട്ടൊക്കെ പറക്കത്തില്ല, അതുപോലെ തോന്നില്ലേ? എന്നിട്ട് അവൻ രണ്ടിരുന്നുണ്ടോ സ്ഥലമൊക്കെ കാണുന്നുണ്ടോ? ഇങ്ങനെ രണ്ട് എയർ ഹോസ്റ്റേഴ്സ് നോക്കിയിരിക്കുക. കുറെ നേരമായില്ല, എന്ത് പണി നിനക്ക് വേണ്ടേ? ഞാനൊന്നും പറഞ്ഞില്ല. എന്റെ ദൈവമേ, രണ്ടുപേരുടെ അടിയിട്ട് കഴിഞ്ഞ് പൊളിയും കേട്ടാ ടൂറ്. എന്തോ അമ്മണി, അടിയോ? ആരടി? അച്ഛനാണ് എയർ ഹോസ്റ്റസിനോട് മിണ്ടിയെന്ന് പറഞ്ഞ അമ്മ കണ്ട പിണങ്ങിയിരിക്കുന്നു. നേരത്തെ ഇവർക്കായിരുന്നു ഈ അസുഖം, ഇപ്പൊ ഇവർക്ക് തുടങ്ങിയോ? ശാന്തേച്ചി, ഇതിനൊന്നും ഒരു കാര്യമില്ല. ചുമ്മാ പിണങ്ങല്ലേ, നമ്മുടെ യാത്ര പൊളിയല്ലേ. കുഴപ്പമൊന്നുമില്ല ശാരദേ, കുഴപ്പമൊന്നുമില്ല.